അങ്ങനെ പ്രശ്നമാരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാഡൻ സിറ്റി ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളുടെ ഹെയറിന് വേണ്ട ട്രീറ്റ്മെന്റ് ആണോ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരെ കയറി പോവല്ലേ നമ്മള്? അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങള്. അങ്ങനെ മച്ചാമാരെ നമ്മൾ നമ്മുടെ ലാഡൻ സിറ്റിയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോവാണ്. ഹായ് ഡോക്ടർ. വെൽക്കം ടു ക്ലിനിക്. ഹായ്. ഹലോ സർ, ഹൗ ആർ യു? ദിസ് ഈസ് മൈ അങ്കിൾ. എൻ്റെ അങ്കിളാണ് ഡോക്ടർ. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കിളിൻ്റെ കണ്ട ഇവിടെ ഭയങ്കരമായിട്ട് ഈ അടുത്ത് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ എൻ്റെ ആണെങ്കിൽ ഇപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങി ഇവിടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുക? So now basically here your hair is getting thin. The thickness in the front and thickness on the back side is different. If you put in the front, you just put it here. So that way we will plan this. ഈ സ്കാനിൽ കൂടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ നിൽക്കുന്ന മുടിയുടെ ക്വാളിറ്റി തിക്നെസ് കുറവാണ് അല്ലേ. ഇത് കുറച്ചും കൂടി തിക്കായിട്ട് നിൽക്കുന്ന മുടിയാണ്, ഇത് കുറച്ചും കൂടെ തിന്നായിട്ട് നിൽക്കുന്ന മുടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നമ്മൾ സർജറി ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് വരുന്നില്ല. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ മെഡിസിൻ വിത്ത് PRP അല്ലെങ്കിൽ QR678 പോലെയുള്ള നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വെച്ച് നമ്മൾ ആ ഏരിയയിലെ തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കാണുന്ന ഡെൻസിറ്റി കുറഞ്ഞ മുടികളൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് വരും. എക്സാക്ട്ലി. ആ ഇതിന്റെ തിക്നെസ് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് +1 ലെവലിലെ തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൺസേൺ മാറും. അപ്പോൾ തന്നെ അത് നമ്മളൊരു സർജറി കൂടെ ഇല്ലാതെ തന്നെ മാറുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ PRP ആണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് PRP ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ. ഇതിൽ കാണുന്നതാണ് സ്ക്രീനിലേക്ക് നമ്മളിപ്പം സ്കാൻ സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ ഏരിയയിൽ ഹെയർ കാണാം. ഓക്കെ. നമ്മൾ ഏരിയ ഇപ്പോൾ മാറി കഴിയുമ്പോഴത്തേക്കും ആ ഹെയറിൻ്റെ ക്വാളിറ്റി മാറുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെയിലസ് ഹെയർ, അതായത് ടെർമിനൽ ഹെയർ ആണ് ഈ കാണുന്നത്. ഒരു മുടിയുടെ സെൽ സൈക്കിളിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ വരുന്ന മുടികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിലും കൂടുതൽ ഗ്രോ ചെയ്യില്ല. ഇതിലും കൂടുതൽ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർജറിയുടെ ഒരു ആവശ്യം നമുക്ക് വരില്ലല്ലോ. ഇതിലും കൂടുതൽ ഗ്രോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷനിലേക്ക് പോകേണ്ടതും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. മുടികൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഹെയർ റൂട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിച്ച് ഒരു ഹെയർ ഗ്രോത്ത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം, സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാതെ ഇതിൽ വളർച്ച നമുക്ക് കിട്ടില്ല. അപ്പം മരുന്നുകൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ PRP ഉപയോഗിച്ചാലൊന്നും നമുക്ക് ഇതിനകത്തൊരു വളർച്ച കിട്ടില്ല. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ ഒരു സമയമാണ് നമ്മൾ സർജറിയിലേക്ക് ഓപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ തലയുടെ പുറകു ഭാഗത്തുനിന്ന് മുടിയെടുത്ത് അത് ഏത് ഏരിയയിലേക്കാണോ ആവശ്യം നമ്മൾ ആ ഏരിയയിലേക്ക് കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സർജിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഓക്കെ. നമ്മളിപ്പം ഒരു ഹെയർ ലൈൻ വരയ്ക്കുന്നത് എപ്പോഴും നാച്ചുറൽ ഹെയർ ലൈൻ ആവണം. അതിന് ആർട്ടിഫിഷ്യാലിറ്റി വരാൻ പാടില്ല. അതൊരു വിഗ് വെച്ച പോലത്തെ ഒരു പാറ്റേൺ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് 4 ഫിംഗർ മുകളിൽ മാത്രമേ നമ്മളൊരു ഹെയർ ലൈൻ വെക്കുകയുള്ളൂ. ഓക്കെ. അതായത് നമ്മളുടെ 4 ഫിംഗർ വെച്ച് എന്തോരം ഉണ്ടാവും അതിന് മുകളിലേക്ക് മാത്രമേ വെക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇറഗുലർ ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. ഇപ്പൊ ഈ ലൈൻ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ബൗണ്ടറി. ആ ഏരിയയിൽ ഈ ലൈനിൽ നമ്മൾ ഇറഗുലർ ആയിട്ട് ഗ്രാഫ്റ്റ് വെക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ വരച്ച് വെച്ച പോലെ കറക്റ്റ് ഒരു വിഗ് വെച്ച പോലത്തെ ഒരു പാറ്റേണിലേക്കും പോകാം. പിന്നെ ഈ ഏരിയയിൽ നമ്മൾ ഫുൾ ഡെൻസിറ്റിയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പുറകിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫില്ലിംഗ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫുൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അത് തന്നെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല. കാരണം ഈ ഏരിയയിൽ ഓൾറെഡി മുടിയുണ്ട്. മുടി ഇല്ലാത്ത ഏരിയയിൽ മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇതിന് ഈ ഒരു സൈഡ് ഹെയറുമായിട്ടുള്ള ഡെൻസിറ്റി കറക്റ്റായിട്ട് മാച്ച് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫുൾ ഡെൻസിറ്റി ഇല്ല, നല്ല കട്ടിയായിട്ട് മുടി വളരാൻ തുടങ്ങും. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു കോസ്മെറ്റിക് പ്രൊസീജിയറും കൂടെ തന്നെയാണല്ലോ. സത്യം പറഞ്ഞൊരു സർജറിക്ക് ഒരു ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. കൃത്യമായിട്ട് ഒരു വിഗ് വെച്ച പോലെ തോന്നാനും പാടില്ല, എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണം. ശരിക്കും ഒരു ആർട്ട് തന്നെയാണ്. അതെ. പിന്നെ ഇതൊരു 1 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പം മനസ്സിൽ കണ്ടിട്ട് ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് PRP ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെയാണെന്ന് കുറേ പേർക്ക് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത് നമുക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടോ? നമുക്ക് നമ്മുടെ OT കോംപ്ലക്സിലേക്ക് നമ്മൾ ലിമിറ്റഡ് ആക്സസ് ആണ് വെക്കാറുള്ളത്. കാരണം സ്റ്റെറിലൈസേഷനും ഹൈജീനിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. കാരണം നമ്മുടെ എക്സിസ്റ്റിംഗ് പേഷ്യൻറ്റിന് പുറത്തുനിന്ന് ഒരു അസുഖം വരാൻ പാടില്ല, ഒരു ക്രോസ് കണ്ടാമിനേഷനും വരാൻ പാടില്ല. ബട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസ് ആണ്, അങ്ങനെയുള്ളത് കാണേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഫോട്ടോ
ഫോട്ടോയും വീഡിയോയും വെക്കാറുണ്ട്. പിന്നെ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് എങ്ങനെയാണോ അത് ചെയ്യാം. അതിനെന്തായാലും അത് ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. ആങ്സൈറ്റിയും ഫിയറും നമുക്കൊന്ന് കുറയ്ക്കാം. ശരിയാണ്. ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു PRP ആണെങ്കിൽ അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് എന്തോരം പെയിൻഫുൾ ആണോ, അല്ലെങ്കിൽ അത് ഭയങ്കര വലിയൊരു പ്രൊസീജിയർ ആണോ, സിമ്പിൾ ആണോ എന്നൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് തീർക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ചൊക്കെ നമുക്കൊന്ന് കാണിച്ചാൽ അവർക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. അപ്പോൾ വേണ്ടത്ര പ്രിക്കോഷൻസ് നമുക്ക് എടുത്തിട്ട് അത് കാണിക്കാനായിട്ട് പറ്റുമല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കാഴ്ചകളിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ജാദവ് ഡോക്ടറും അതുപോലെ തന്നെ ഹരി ഡോക്ടറും നമുക്ക് വന്നപ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഹെയറിലുള്ള പ്രശ്നം, അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ബാക്കി പ്രൊസീജിയർ എന്ന് അവർ പറയും, നമുക്ക് അതുപോലെ തന്നെ ചെയ്തേക്കാം. അങ്ങനെ എന്തേ നമുക്ക് PRP ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ PRP ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കാം കേട്ടോ. കുത്തി സൂചി കയറിയതുപോലെ അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ചോരയൊക്കെ എടുത്തു. അപ്പൊ ഇനി ആ ബ്ലഡ് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മൾ എടുത്ത ബ്ലഡ് നമ്മൾ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ട്യൂബിലേക്കാണോ? ഈ ട്യൂബിലേക്കാണ്. ഇത് ബയോട്ടിൻ ട്യൂബ്സിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബയോട്ടിൻ ട്യൂബ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളുടെ ബ്ലഡ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ബ്ലഡിനകത്തുള്ള കോമ്പോണൻസും ബയോട്ടിനും ഒരുമിച്ച് കമ്പൈൻഡ് ആവും. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ മെഷീനിലേക്ക് ഈ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ മെഷീൻ അല്ല? സെൻട്രിഫ്യൂഗൽ മെഷീൻ. നമ്മുടെ പാലിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണല്ലോ ഇതിൽ വരുന്നത്. അപ്പൊ ഇതിലെ പ്രൊസീജിയറുകൾ കാണാം നമുക്ക്. അപ്പോൾ ഈ കളക്ട് ചെയ്ത ബ്ലഡിനെ ഈ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നേരെ നമ്മൾ നേരത്തെ കണ്ട ഒരു മെഷീനിലേക്ക് അത് ലോഡ് ചെയ്ത് വെക്കും. അതിനുശേഷം നല്ല രീതിക്ക് സ്പിൻ ചെയ്ത് ആ വേണ്ട അളവിലേക്ക് സെറ്റാക്കി എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ നമ്മുടെ ബ്ലഡ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ മെഷീനിൽ കയറ്റി കറക്കി തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ കറക്കുന്നത്? നമ്മൾ സെൻട്രിഫ്യൂജ് മെഷീനിൽ ഇടുമ്പോൾ നമ്മൾ ബ്ലഡ് ആ ഹോൾ ബ്ലഡ് ആയിട്ടല്ലേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ ആ ബ്ലഡിനകത്തുള്ള പല പാർട്ടിക്കിൾസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഇത്ര സ്പീഡിൽ ഇത്ര ടൈമിൽ കറങ്ങണം. അങ്ങനെ കറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ആ ബ്ലഡിന്റെ പല പ്രോഡക്ട്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു പ്ലാസ്മ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീനിലേക്ക് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ബ്ലഡ് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയല്ലേ? അപ്പോൾ ഇതെന്താ 3 ലെയർ കാണുന്നുണ്ടല്ലോ? ഇത് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ബ്ലഡ് കയ്യിൽ നിന്ന് എടുത്തല്ലോ, ആ ബ്ലഡിനെ നമ്മൾ ഇൻസ്ട്രുമെന്റിൽ ഇട്ട് കഴിയുമ്പോൾ ബ്ലഡിനെ പല രീതിയിലേക്ക് അത് സെപ്പറേറ്റ് ആവും. ബ്ലഡ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പല സാധനങ്ങളല്ലേ നമുക്ക് അതിനകത്ത് കാണാം. അതിനകത്ത് RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ് അതാണ് ഈ കാണുന്നത്. യെസ്. ഈ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണുന്നത് പ്ലേറ്റ്ലെറ്റ് പുവർ പ്ലാസ്മ എന്ന് പറയും. മുകളിലേക്ക് പോകുമ്പോഴാണ് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത്. അതാണല്ലേ PRP എന്ന് പറയുന്നത്. അപ്പൊ ആ PRP ആണോ നമ്മൾ എടുത്തിട്ട് ഇനി? യെസ്. ഈ PRP നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അത് നമുക്ക് ഏത് ഏരിയയിലേക്കാണോ ആവശ്യം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് ചെയ്യേണ്ട ഒരു പ്രോസസ് ആണെന്നുള്ളത്. ആ ഏരിയയിൽ നമ്മൾ ഇതായിരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയില്ലേ, നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ നമ്മുടെ ആ ഒരു പ്ലേറ്റ്ലെറ്റിനെ ആ ഒരു പ്ലാസ്മേനെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ കണ്ടത്. ഇനി നേരെ ഇത് നമ്മുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പോവാണ്. പെയിൻഫുൾ പ്രോസസ് ആണോ? അല്ല, പെയിൻഫുൾ അല്ല, പെയിൻലെസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. റിയാലിറ്റി പറഞ്ഞു കൊടുക്കാം, അനുഭവിച്ചറിയാം. അപ്പൊ ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുത്തുമ്പോടെ അങ്ങനെ ഇറങ്ങിപ്പോക്കോളൂ. അടിപൊളി. അങ്ങനത്തെ നമ്മുടെ PRP കഴിഞ്ഞു. അപ്പം മച്ചാന്മാരെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ള പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മുടെ കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. ഉള്ളിൽ നമ്മളെ ഡോക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നാണ്. ഇപ്പോൾ കുറേ ആളുകൾക്ക് പേടി ഉണ്ടാവും. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയുടെ ഗ്രാഫ്റ്റ് എടുക്കുന്നു, കുത്തിവെക്കുന്നു, അങ്ങനെയൊക്കെ കുറേ ഭീതികൾ ആളുകൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നും അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഒന്ന് അറിയണമെന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് പകർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാനുള്ള സൗകര്യം ഉണ്ടാവും അവിടെ. അതിലേക്ക് കൊണ്ടുപോകാം. നമ്മളിപ്പം OT കോംപ്ലക്സിലേക്കാണ് കയറുന്നത്. അപ്പം സ്റ്റെറിലൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്തിരി കൂടി ഒന്ന് പെക്യുലർ ആക്കുകയാണ്. രണ്ടാമത് നമുക്ക് സംസാരങ്ങൾ നമുക്ക് അതിനകത്ത്, കാരണം ഒരു സർജറി നടക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൈവസിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി ഞാൻ ആ ഏരിയ എന്തൊക്കെയാണ് പ്രൊസീജിയർ കൂടി ഒരു ക്ലാരിറ്റി തരാം. അപ്പോൾ കുറച്ചും കൂടി ഒരു കൺഫ്യൂഷൻസ് ഒക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ആ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? മാസ്ക് ഒക്കെ കമ്പൽസറി ആണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഹെയർ ഇപ്പോൾ കളക്ട് ചെയ്യുന്നതാണ്. അതായത് ഹെയർ ഹോളിക്കിൾസിനെ കളക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ കൃത്യതയോട് കൂടിയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അതെല്ലാം കട്ട് ചെയ്ത് അവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ ഇതിനെ പിന്നീട് ഒരു സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്യാണ്. ഈ കാണുന്ന ഹെയർ ഹോളിക്കിൾസിനെയാണ് പിന്നീട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് അവർ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രാഫ്റ്റ് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഒരേ സമയം തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളുടെ എന്താ പറയുക ഹെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിയേഡ് ചെയ്യുന്നുണ്ട്, മുസ്താഷ് ചെയ്യുന്നുണ്ട്. അതായത് എവിടെയൊക്കെ നമുക്ക് ഹെയർ ലോസോ അല്ലെങ്കിൽ ഹെയർ ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡോക്ടർ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഡൗട്ടുകൾ വരും. ഞാൻ ചോദിച്ചോട്ടെ, ഗ്രാഫ്റ്റ് എടുത്തിട്ട് ഇടയ്ക്ക് ഓരോ ഗ്രാഫ്റ്റുകളായിട്ട് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്നത് അത് ഇങ്ങനെ ഹെൽത്തി ആണോ, എന്താണ് അത് നോക്കുന്നത്? അത് നമ്മളിപ്പോൾ എല്ലാ കേസസിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് സർജറി ഫിനിഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ റിസൾട്ട് കോംപ്രമൈസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ റിസൾട്ട് ക്വസ്റ്റനബിൾ ആവുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ റൂട്ട് ചെക്ക് ചെയ്ത് റൂട്ട് ഹെൽത്തി ആണോ എന്ന് അറിയാതെ ഒരു കേസ് നമ്മൾ മുന്നോട്ട് പോകാറില്ല. കാരണം ആ ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് വരും, പക്ഷെ കോംപ്രമൈസ്ഡ് റിസൾട്ടിലേക്കായിരിക്കും പോകുന്നത്. അതൊരു നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ എടുക്കുന്നതെല്ലാം അതേ സമയം തന്നെ ചെക്ക് ചെയ്തിട്ട് എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുള്ളൂ. ഗ്രാഫ്റ്റ് ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ നമ്മൾ ആ കേസ് കണ്ടിന്യൂ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഡോണർ ഏരിയ ഡാമേജ് ആവും, പിന്നെ പേഷ്യന്റ് സർജറി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാത്ത വരുന്ന സ്റ്റേജസിൽ നമ്മൾ എല്ലാ കേസിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെക്ക് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റും. ഓക്കെ, പിന്നെ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, നമ്മുടെ ആ ഒരു ഗ്രാഫ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല പെയിൻ വരുമോ, അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞ് പെയിൻ വരുമോ, പിന്നെ അത് വെക്കുന്ന സമയത്ത് പെയിൻ വരുമോ എന്നുള്ള കാര്യമൊക്കെ അതെങ്ങനെയാണ്? പെയിൻ നമുക്ക് താങ്ങാവുന്ന പെയിൻ ആണോ വരുന്നത്? യൂഷ്വലി നമ്മളിതൊരു ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറാണ്. ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് അനസ്തീഷ്യ ടൈമിൽ മാത്രം പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു ടൈം മാത്രമേ ഉണ്ടാവൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും നമുക്ക് പെയിൻ അറിയില്ല. അതുകൊണ്ടാണ് ഇതിനൊരു പെയിൻലെസ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അനസ്തീഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കണ്ട പ്രൊസീജിയറുകളെല്ലാം ചെയ്തത്. ആ സമയത്തെല്ലാം നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കും, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. 99% അതെല്ലാം പെയിൻലെസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ പ്രോപ്പർ പ്ലാനിങ്, നമ്മളുടെ പ്രോപ്പർ ടെക്നിക്, പ്രോപ്പർ ടീം, ഇതാണ് എപ്പോഴും ഒരു സക്സസ്ഫുൾ സർജറി ലീഡ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലല്ലേ നമ്മൾ കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യുക. കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരുപാട് വിശേഷങ്ങളും നമുക്കുള്ള കുറേ ആകുലതകളൊക്കെ ഡോക്ടർ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലാഡൻ സിറ്റിയിലെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള കുറച്ച് സെലിബ്രിറ്റീസിനെയും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫോട്ടോസ് ആണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ രംഗത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയായ റിയൽ ടൈം FUE വിത്ത് സഫയർ ടെക്നോളജി കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ഡോക്ടർ ഗജനൻ ആനന്ദ് ജാദവ് ആണ്. സഫയർ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിഷ് ബേസ്ഡ് ടെക്നിക് ആണ്. അതിനായിട്ടാണ് ഒരുപാട് ആളുകൾ അവിടെ പോയി സർജറി ചെയ്യാറുള്ളത്. അപ്പോൾ ലാഡൻ സിറ്റിയിൽ ഈ ഒരു സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ ലാഡൻ സിറ്റിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്.